അടുത്ത നമ്മുടെ ക്വസ്റ്റ്യനാണ്. ഇത് 2017 ചോദിച്ച ക്വസ്റ്റ്യനാണ്. 17 ഇംപ്രൂവ്മെൻറ്റിന് ചോദിച്ച ക്വസ്റ്റ്യനാണിത്. ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഫൈൻഡ് ദ സ്ലോപ്പ് ഓഫ് ദ ലൈൻ 2x + 3y - 6 = 0. ഫസ്റ്റ് ക്വസ്റ്റ്യൻ. രണ്ടാമത്തത് ഫൈൻഡ് ദ ഇക്വേഷൻ ഓഫ് എ ലൈൻ പെർപെൻഡിക്കുലർ ടു 2x + 3y - 6 = 0 ആൻഡ് പാസിംഗ് ത്രൂ ദ പോയിന്റ് -1 1. മൂന്നാമത്തത് ഫൈൻഡ് ദ ഫൂട്ട് ഓഫ് പെർപെൻഡിക്കുലർ ഫ്രം -1 1 ടു ദ ലൈൻ 2x + 3y - 6 = 0. അപ്പോൾ ഈ 2017 ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് കഴിഞ്ഞാൽ ഓൾറെഡി 3 ക്വസ്റ്റ്യൻ ചെയ്യാനുള്ള രീതി നമുക്ക് മനസ്സിലാവും. ഒന്ന്, ഒരു ലൈൻ തന്നാൽ ഇത് ജനറൽ ഫോമിലുള്ള ലൈനാണ്, ax + by + c = 0 ഫോമിലുള്ള ലൈനാണ്. അങ്ങനെ ഒരു ലൈനിൻ്റെ സ്ലോപ്പ് കാണാൻ നമുക്ക് ഇവിടുന്ന് പഠിക്കാം. അതുപോലെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ഒരു ലൈൻ നമുക്ക് തരും, ആ ലൈനിന് പെർപെൻഡിക്കുലറായി വരുന്ന വേറൊരു ലൈനിൻ്റെ ഇക്വേഷൻ കാണാൻ നമുക്കറിയാം, നമ്മൾ പഠിക്കും. മൂന്നാമത്തത് ഫൂട്ട് ഓഫ് പെർപെൻഡിക്കുലർ കാണാനും പഠിക്കും. അപ്പോൾ 3 കാര്യങ്ങളാണ് ഈ ഒരൊറ്റ ക്വസ്റ്റ്യനിൽ പഠിക്കുക. 6 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണിത്. 2 3 1 6 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ്. അതിൽ എ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ, അപ്പോൾ എ ക്വസ്റ്റ്യൻ വളരെ സിമ്പിളാണ്. സ്ലോപ്പ് വരിക. അപ്പോൾ നമുക്കറിയാം ax + by + c = 0 ഫോമിലുള്ള ലൈനിൻ്റെ സ്ലോപ്പ് -a/b ആണ്, ഈക്വൽ ടു -a. a എന്ന് പറഞ്ഞാൽ എക്സിൻ്റെ കോയിഫിഷ്യൻ്റ് ആണ്. ax + by + c = 0 ആണ്. അപ്പോൾ a അവിടെ 2 ആണ് വരിക, b 3 വരും. അപ്പോൾ വരെ -2/3 വരും. കഴിഞ്ഞു. ഇനി ബി ക്വസ്റ്റ്യൻ ചെയ്യണം. അപ്പോൾ ഈ ബി ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നമ്മളെപ്പോഴും ഇതുപോലെ ഒരു ഇക്വേഷനൊക്കെ കാണാനുള്ള ക്വസ്റ്റ്യൻ ആണെങ്കിൽ മാക്സിമം ഒരു ലൈന് വരയ്ക്കുക, ഒരു ഫിഗർ അവിടെ വരയ്ക്കുക. അത് നമ്മളൊരു ലൈന് വരച്ചു. ഇതാണ് നമ്മളെ ലൈൻ 2x + 3y - 6 = 0. ഇതാണ് നമ്മുടെ ലൈന്. നമുക്ക് കാണേണ്ടത് ഈ 2x + 3y - 6 = 0 പെർപെൻഡിക്കുലറായി വരുന്ന ലൈനിൻ്റെ ഇക്വേഷനാണ്. അപ്പോൾ ഇതിന് പെർപെൻഡിക്കുലറായ ഒരു ലൈൻ എടുക്കുക. ഈ ലൈനിൻ്റെ ഇക്വേഷനാണ് കാണേണ്ടത്. അതിന് ആ ലൈൻ ഏത് പോയിന്റിലൂടെ പാസ് ചെയ്യുന്നുണ്ട്? -1 1 എന്നുള്ള പോയിന്റിലൂടെ പാസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് -1 1 എന്നുള്ള പോയിന്റിലൂടെ പാസ് ചെയ്യുന്നുണ്ട്. ഇതാണ് നമുക്ക് കാണേണ്ടത്. അപ്പോൾ നമുക്ക് ഈ കാണേണ്ട ലൈനിനെ നമ്മൾ L1 എന്നെടുത്തു, അല്ലെങ്കിൽ L എന്നെടുത്തു. ഈ L എന്നുള്ള ലൈനിൻ്റെ ഇക്വേഷനാണ് നമുക്ക് കാണേണ്ടത്. അപ്പോൾ ആ L എന്നുള്ള ലൈനിൻ്റെ പ്രത്യേകത അത് -1 1 എന്നുള്ള പോയിന്റിലൂടെ പാസ് ചെയ്യുന്നുണ്ട്. മാത്രമല്ല അത് 2x + 3y - 6 = 0 എന്നുള്ള ലൈനിന് പെർപെൻഡിക്കുലറുമാണ്. നമ്മളെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവണം, ഒരു ലൈനിൻ്റെ ഇക്വേഷൻ കാണണമെങ്കിൽ നമുക്ക് 2 അളവുകൾ കൂടിയേ തീരൂ. ആ 2 അളവുകൾ ഏത് അളവുകളും ആകാം. പോയിൻറ്റും സ്ലോപ്പും ആകാം. അപ്പോൾ പോയിൻറ്റ് സ്ലോപ്പ് ഫോമിൽ കാണാം. പോയിൻറ്റും ആകാം. രണ്ടും പോയിൻ്റ് ആകാം. അപ്പോൾ 2 പോയിൻ്റ് ഫോമിൽ കാണാം. സ്ലോപ്പും ഇൻ്റർസെപ്റ്റും ആകാം. രണ്ടും ഇൻ്റർസെപ്റ്റ് ആകാം. അങ്ങനെ പല അളവുകൾ തരും. അതിലൊരളവ് ഇവിടെ തന്നിട്ടുണ്ട്, പോയിൻ്റാണ്. അപ്പോൾ ഈ L എന്നുള്ള ലൈനിൻ്റെ ഇക്വേഷൻ കാണാം. അതിൻ്റെ ഒരളവ് തന്നിട്ടുണ്ട്, അതൊരു പോയിൻ്റാണ്. ഇനി അടുത്ത ഒരളവ് കൂടെ കാണാം. അപ്പോൾ ഒന്ന് പോയിൻ്റായ സ്ഥിതിക്ക് ഈ പോയിൻറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള 2 അളവുകളാണ്. ഒന്ന് പോയിൻറ്റും സ്ലോപ്പും, മറ്റേത് 2 പോയിൻ്റ്. അപ്പോൾ ഒന്ന് പോയിൻ്റ് തന്ന സ്ഥിതിക്ക് അടുത്തൊരു സ്ലോപ്പ് കാണുവാണെങ്കിൽ പോയിൻ്റ് സ്ലോപ്പ് വെച്ച് ഇതിൻ്റെ ഇക്വേഷൻ കാണാം. ഇനി ഒന്ന് പോയിൻ്റ് ആയ സ്ഥിതിക്ക് അടുത്തത് പോയിൻ്റ് കിട്ടുകയാണെങ്കിൽ 2 പോയിൻ്റ് ഫോമിൽ കാണാം. പക്ഷേ നമുക്ക് രണ്ടാമതൊരു പോയിൻ്റ് ഉണ്ടാക്കിയെടുക്കുക എന്ന് പറഞ്ഞാൽ അതൊരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പോയിൻ്റ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ എന്ത് കാണാൻ സുഖം? സ്ലോപ്പ് കാണുന്നതാണ് സുഖം. അപ്പോൾ L എന്നുള്ള ലൈനിൻ്റെ സ്ലോപ്പ് കാണണം. ഈ സ്ലോപ്പ് കാണാൻ വേണ്ടി, അത് ശ്രദ്ധിക്കണം, ഈ സ്ലോപ്പ് കാണാൻ വേണ്ടി 3 കാര്യങ്ങളാണ് നമുക്ക് ക്വസ്റ്റ്യനിൽ ഉണ്ടാകുക. ഒന്ന്, ഒരു ആംഗിൾ തരും. ആംഗിൾ തന്നാൽ ടാൻ, ആ ആംഗിൾ എടുത്താൽ സ്ലോപ്പ് കിട്ടി. തീറ്റ എന്നുള്ളൊരു ആംഗിൾ തന്നാൽ ടാൻ തീറ്റ സ്ലോപ്പായി. മറ്റത് പാരലൽ ടു എ ലൈൻ തരും. നമുക്ക് കാണേണ്ട ലൈൻ വേറൊരു ലൈനിന് പാരലാണ് തരും. അപ്പോൾ 2ൻ്റെ സ്ലോപ്പും ഈക്വലാണ്, അങ്ങനെ തരും. അല്ലെങ്കിൽ പെർപെൻഡിക്കുലർ ടു എ ലൈൻ തരും, വേറൊരു ലൈന് പെർപെൻഡിക്കുലർ ആണെന്ന് തരും. ഈ 3 കണ്ടീഷനാണ് സ്ലോപ്പ് കാണാൻ തരിക. അപ്പോൾ ഇവിടെ നമുക്ക് സ്ലോപ്പ് കാണണം. സ്ലോപ്പ് കാണാൻ നമുക്ക് തന്നത് എന്താണ്? നമ്മുടെ ഈ ലൈൻ L എന്നുള്ള ലൈൻ 2x + 3y - 6 പെർപെൻഡിക്കുലർ ആണെന്നാണ്. അപ്പോൾ എന്ത് തന്നിട്ടുണ്ട്? അത് എഴുതുക. ഗിവൺ the line L is perpendicular to 2x + 3y - 6 = 0. നമ്മളെ ലൈൻ 2x + 3y - 6 = 0 പെർപെൻഡിക്കുലർ ആണ്. ദെർഫോർ നമുക്ക് എന്ത് പറയാം? 2 ലൈൻ പെർപെൻഡിക്കുലർ ആണ്. L എന്നുള്ള ലൈനും ഈ ലൈനും പെർപെൻഡിക്കുലർ ആണ്. അപ്പോൾ രണ്ടും പെർപെൻഡിക്കുലർ ആണെങ്കിൽ 2ൻ്റെയും സ്ലോപ്പിൻ്റെ പ്രൊഡക്റ്റ്, സ്ലോപ്പ് ഓഫ് L ഇൻറ്റു സ്ലോപ്പ് ഓഫ് 2x + 3y - 6 = -1 ആയിരിക്കും. 2 ലൈൻ പെർപെൻഡിക്കുലർ ആണെങ്കിൽ അതിൻ്റെ സ്ലോപ്പിൻ്റെ പ്രൊഡക്റ്റ് -1 ആയിരിക്കും. ദാറ്റ് ഈ സ്ലോപ്പ് ഓഫ് L നമുക്കറിയില്ല, അതാണ് നമുക്ക് കാണേണ്ടത്. അപ്പോൾ അതിന് സ്ലോപ്പ് ഓഫ് L എന്ന് തന്നെ കൊടുക്കുക. സ്ലോപ്പ് ഓഫ് L ഇൻറ്റു സ്ലോപ്പ് ഓഫ് ഈ ലൈൻ, അത് നമ്മളിവിടെ കണ്ടുവച്ചിട്ടുണ്ട്, -2/3 ആണ്, ഈക്വൽ ടു -1 വരും.
ദെർഫോർ അവിടുന്ന് സ്ലോപ്പ് ഓഫ് എൽ ആണ്. സ്ലോപ്പ് ഓഫ് എൽ ഈക്വൽ ടു ഇത് അങ്ങോട്ട് പോകുമ്പോൾ -1/-2/3 വരും. ഇതും ക്യാൻസലായിട്ട് 3/2 വരും. 1/2/3 വരിക. 1/2/3 എന്ന് പറഞ്ഞാൽ 3/2 വരും. അപ്പോൾ ഓൾറെഡി എൽ എന്നുള്ള ലൈനിൻ്റെ സ്ലോപ്പ് കിട്ടി. അപ്പോൾ എൽ എന്നുള്ള ലൈനിൻ്റെ സ്ലോപ്പ് കിട്ടി. അത് പാസ് ചെയ്യുന്നൊരു പോയിൻറ്റും നമ്മളെ കയ്യിലുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ എന്ത് വരും? ദെർഫോർ ഇക്വേഷൻ ഓഫ് എൽ പാസിംഗ് ത്രൂ -1 1 with slope 3/2 ഈസ് ഒരു പോയിൻറ്റും സ്ലോപ്പും കൂടിയുള്ള അതിൻ്റെ ഇക്വേഷൻ വരിക y-y1 ഈക്വൽ ടു m ഇൻറ്റു x - x1 ആണ്. ദറ്റ് ഈസ് y-y1 എന്ന് പറഞ്ഞാൽ 1 ഈക്വൽ ടു m എന്ന് പറഞ്ഞാൽ 3/2 ആണ്. 3/2 ഇൻറ്റു x - x1 -1. x1 y1 എന്ന് പറഞ്ഞാൽ നമുക്ക് തന്ന പോയിൻ്റാണ്. അപ്പോൾ x1 -1ഉം y1 1ഉം വരും. ഇനി ഈ 2 കൊണ്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ 2 ഇൻറ്റു y - 1 ഈക്വൽ ടു 3 ഇൻറ്റു x + 1. ദറ്റ് ഈസ് 2y - 2 ഈക്വൽ ടു 2 കൊണ്ട് പ്രൊഡക്റ്റ് ചെയ്തു. 2y - 2 ഈക്വൽ ടു 3x + 3. ഇത് മുഴുവൻ ഇങ്ങോട്ട് കൊണ്ടുവരും. അപ്പോൾ 2y - 2 3x ഇങ്ങോട്ട് വരുമ്പോൾ -3x -3 ഈക്വൽ ടു 0. ദാറ്റ് ഈസ് -3x + 2y -5 ഈക്വൽ ടു 0 വരും. -3x + 2y -5 ഈക്വൽ ടു 0. ത്രൂ ഔട്ട് മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. തുടക്കത്തിൽ തന്നെ മൈനസ് വരിക എന്ന് പറഞ്ഞാൽ നമുക്ക് അതൊരു ബുദ്ധിമുട്ടല്ല, അത് ആവശ്യമില്ല. തുടക്കത്തിൽ തന്നെ പ്ലസ് വരുന്നതാണ് നല്ലത്. അപ്പോൾ ത്രൂ ഔട്ട് മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ വരിക. ദെർഫോർ 3x - 2y + 5 ഈക്വൽ ടു 0. ഇതാണ് 2x + 3y - 6 ഈക്വൽ ടു 0 എന്നുള്ള ലൈനിന് പെർപെൻഡിക്കുലറായി വരുന്ന -1 1 എന്നുള്ള പോയിന്റിലൂടെ പാസ് ചെയ്യുന്ന ലൈനിൻ്റെ ഇക്വേഷൻ വരിക. ഓക്കെ, അപ്പോൾ ബി ക്വസ്റ്റ്യൻ ആയി. ഇനി സി ക്വസ്റ്റ്യൻ കാണണം. സി ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഫൂട്ട് ഓഫ് പെർപെൻഡിക്കുലറാണ് കാണേണ്ടത്. അപ്പോൾ ആ ഫൂട്ട് ഓഫ് പെർപെൻഡിക്കുലർ കാണാൻ വേണ്ടി ഞാൻ ഈ എഴുതിയിരിക്കുന്ന കാര്യങ്ങളൊന്നും മായ്ക്കുന്നുണ്ട്. കാരണം നമുക്കിവിടെ എഴുതാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് അതൊന്നും മായ്ക്കേണ്ട ആവശ്യമുണ്ട്. ഇനി നമ്മുടെ സി ക്വസ്റ്റ്യൻ ആണ്. സി ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് ഫൈൻഡ് ദ ഫൂട്ട് ഓഫ് പെർപെൻഡിക്കുലർ ഫ്രോം -1 1 ടു ദ ലൈൻ 2x + 3y - 6 ഈക്വൽ ടു 0 ആണ്. അപ്പോൾ ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്, ഫൂട്ട് ഓഫ് പെർപെൻഡിക്കുലർ. അപ്പോൾ ഫൂട്ട് ഓഫ് പെർപെൻഡിക്കുലർ എന്ന് പറഞ്ഞാൽ നമുക്കൊരു ലൈൻ ഉണ്ട്. 2x + 3y - 6 ഈക്വൽ ടു 0 എന്നുള്ളൊരു ലൈൻ ഉണ്ട്. ഓക്കെ, -1 1ൽ നിന്ന് ഈ ലൈനിലേക്കുള്ള ഫൂട്ട് ഓഫ് പെർപെൻഡിക്കുലറാണ് കാണുന്നത്. എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം -1 1 എന്നുള്ളൊരു പോയിൻ്റ് ഉണ്ട്. ഈ പോയിന്റിൽ നിന്ന് ഈ ലൈനിലേക്കൊരു പെർപെൻഡിക്കുലർ വരയ്ക്കുക. അപ്പോൾ ഈ പോയിന്റിൽ നിന്ന് ഈ ലൈനിലേക്കുള്ളൊരു പെർപെൻഡിക്കുലർ വരച്ചാൽ ആ പെർപെൻഡിക്കുലർ ഈ ലൈനിനെ ഒരു പോയിന്റിൽ ഇൻ്റർസെക്റ്റ് ചെയ്യും. ആ പോയിന്റിനെയാണ് നമ്മൾ ഫൂട്ട് ഓഫ് പെർപെൻഡിക്കുലർ എന്ന് പറയാം. ഓക്കെ, അത് അതിൻ്റെ ആ ഡെഫിനിഷൻ മറന്നു പോകാൻ പാടില്ല. ഫൂട്ട് ഓഫ് പെർപെൻഡിക്കുലർ എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു പോയിന്റിൽ നിന്ന് ഒരു ലൈനിലേക്കൊരു പെർപെൻഡിക്കുലർ വരച്ചു കഴിഞ്ഞാൽ ആ പെർപെൻഡിക്കുലർ ലൈനിനെ ഒരു പോയിന്റിൽ ഇൻ്റർസെക്റ്റ് ചെയ്യും, ടച്ച് ചെയ്യും. ആ ഇൻ്റർസെക്റ്റ് ചെയ്യണ പോയിന്റിനെയാണ് നമ്മൾ ഫൂട്ട് ഓഫ് പെർപെൻഡിക്കുലർ എന്ന് പറയാം. പെർപെൻഡിക്കുലറിൻ്റെ അടിഭാഗം എന്ന് പറയാം. ഓക്കെ, അത് മറക്കാൻ പാടില്ലേ. അപ്പോൾ ഈ പോയിൻ്റാണ് നമുക്ക് കാണേണ്ടത്. അപ്പോൾ ഈ പോയിൻ്റ് പ്രത്യേകത എന്താ? അത് ഈ പെർപെൻഡിക്കുലറും ഈ ലൈനും ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിൻ്റാണ്. അപ്പോൾ പെർപെൻഡിക്കുലറും ലൈനും എന്ന് പറഞ്ഞാൽ ഇതൊരു ലൈനാണ്, പെർപെൻഡിക്കുലർ എന്ന് പറഞ്ഞാൽ ഇതൊരു ലൈനാണ്. ഈ രണ്ട് ലൈനും കൂടി ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിൻ്റാണ്. രണ്ട് ലൈൻ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിൻ്റ് കാണണമെങ്കിൽ രണ്ട് ലൈനിൻ്റെ ഇക്വേഷൻ സോൾവ് ചെയ്തേ പറ്റൂ. രണ്ട് ലൈൻ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിൻ്റ് കാണാൻ നമ്മൾ എന്ത് ചെയ്യണം? രണ്ട് ലൈനിൻ്റെ ഇക്വേഷൻ സോൾവ് ചെയ്യാം. അപ്പോൾ ഈ ലൈനിൻ്റെ ഇക്വേഷനും സോൾവ് ചെയ്യണം, ഈ ലൈനിൻ്റെ ഇക്വേഷനും സോൾവ് ചെയ്യണം. അതിന് ഈ ലൈനിൻ്റെ ഇക്വേഷൻ നമുക്ക് അറിയില്ലായിരുന്നു, പക്ഷേ നമ്മൾ തൊട്ട് മുന്നേ കണ്ടുവച്ചിട്ടുണ്ട്. -1 1ൽ നിന്ന് ഈ ലൈനിന് പെർപെൻഡിക്കുലറായി വരുന്ന ലൈനാണിത്. ഇതിൻ്റെ ഇക്വേഷൻ നമ്മൾ തൊട്ട് മുന്നേ കണ്ടുവച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇനി കാണേണ്ട ആവശ്യമില്ല, ആ രണ്ട് ഇക്വേഷനും സോൾവ് ചെയ്താൽ മതി. അപ്പോൾ ടു ഗെറ്റ് ഫൂട്ട് ഓഫ് perpendicular, solving the equation of two lines. രണ്ട് ലൈനിൻ്റെ ഇക്വേഷൻ സോൾവ് ചെയ്യുക. അപ്പോൾ ഞാൻ ഒന്നുകൂടെ പറയാണ്, ഈ ഫൂട്ട് ഓഫ് പെർപെൻഡിക്കുലർ എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു പോയിന്റിൽ നിന്ന്
ഒരു ലൈനിലേക്ക് നമ്മളൊരു പെർപെൻഡിക്കുലർ വരച്ചു കഴിഞ്ഞാൽ ആ പെർപെൻഡിക്കുലർ ആ ലൈനിനെ ഒരു പോയിന്റിൽ ഇൻ്റർസെക്റ്റ് ചെയ്യും. ആ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിന്റിനെയാണ് ഫൂട്ട് ഓഫ് പെർപെൻഡിക്കുലർ എന്ന് പറയാം. ഓക്കെ, ഇനി ആ ഫൂട്ട് ഓഫ് പെർപെൻഡിക്കുലർ കാണാൻ നമ്മൾ ചെയ്യേണ്ടത് അത് രണ്ട് ലൈൻ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിന്റ് ആയതുകൊണ്ട് തന്നെ രണ്ട് ലൈനിൻ്റെയും ഇക്വേഷൻ നമ്മൾ സോൾവ് ചെയ്തേ പറ്റും. അപ്പോൾ രണ്ട് ലൈനിൻ്റെ ഇക്വേഷൻ സോൾവ് ചെയ്യുക. അപ്പോൾ അതിൽ ആദ്യത്തെ ലൈന് വരിക 2x + 3y - 6 = 0 ആണ്. ടേക്ക് ഇറ്റ് ആസ് ഇക്വേഷൻ നമ്പർ 1. രണ്ടാമത്തെ ലൈൻ ഈ ലൈനാണ്. ആ ലൈനിൻ്റെ ഇക്വേഷൻ നമ്മൾ തൊട്ട് മുന്നേ കണ്ടുവച്ചിട്ടുണ്ട്. അതാണ് ഈ ഇക്വേഷൻ 3x - 2y + 5 = 0. ടേക്ക് ഇറ്റ് ആസ് ഇക്വേഷൻ നമ്പർ 2. ഇത് രണ്ടും സോൾവ് ചെയ്യുക. അപ്പോൾ രണ്ട് ഇക്വേഷൻ സോൾവ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത് അവിടുന്ന് ഒന്നുകിൽ എക്സിനെ എലിമിനേറ്റ് ചെയ്യുക അല്ലെങ്കിൽ വൈനെ എലിമിനേറ്റ് ചെയ്യുക. എക്സിനെ എലിമിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വൈയുടെ വാല്യൂ കിട്ടും, വൈനെ എലിമിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എക്സിൻ്റെ വാല്യൂ കിട്ടും. അപ്പോൾ എന്തെങ്കിലും ഒന്ന് നമ്മൾ ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ വൈനെയാണ് എലിമിനേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ വൈനെ എലിമിനേറ്റ് ചെയ്യാൻ നമ്മൾ ചെയ്യണമെങ്കിൽ വൈനെ എലിമിനേറ്റ് ചെയ്യണമെങ്കിൽ ഈ ഇക്വേഷനിലെ രണ്ട് ഇക്വേഷനിലും വൈയുടെ ടേം തുല്യമായിരിക്കണം. പക്ഷേ ഇവിടെ വൈ ടേം തുല്യമല്ല. ഒന്ന് 3y മറ്റേത് 2y ആണ്. അത് സെയിം അല്ല. അപ്പോൾ നമ്മൾ സെയിം ആക്കണം. അത് സെയിം ആക്കാൻ നമ്മൾ ചെയ്യേണ്ടത് ഒന്നാമത്തെ ഇക്വേഷൻ്റെ വൈയുടെ നമ്പർ കൊണ്ട് രണ്ടാമത്തെ ഇക്വേഷനെ മൊത്തം ഗുണിക്കുക, രണ്ടാമത്തെ ഇക്വേഷനിലെ വൈയുടെ നമ്പർ കൊണ്ട് ഒന്നാമത്തെ ഇക്വേഷനെ ഗുണിക്കുക. അപ്പോൾ രണ്ടാമത്തെ ഇക്വേഷൻ്റെ 2 ആണ്. അത് നെഗറ്റീവ് എടുക്കേണ്ട, നമ്പർ എടുത്താൽ മതി. 2 ആണ്. ആ 2 കൊണ്ട് ഒന്നാമത്തെ ഇക്വേഷനെ ഗുണിക്കുക. അപ്പോൾ 1 × 2 ചെയ്യുമ്പോൾ 4x, 2 × 2x 4x + 6y - 12 = 0. ഇതൊരു പുതിയൊരു ഇക്വേഷനാണ്. ഇക്വേഷൻ നമ്പർ 3 എന്ന് കൊടുക്കുക. അതുപോലെ ഒന്നാമത്തെ ഇക്വേഷൻ്റെ വൈയുടെ കോൺസ്റ്റൻ്റ് കൊണ്ട് രണ്ടാമത്തെ ഇക്വേഷനെ ഗുണിക്കുക. അപ്പോൾ ഇക്വേഷൻ നമ്പർ 2 × 3. ഒന്നാമത്തെ ഇക്വേഷൻ വൈയുടെ കോൺസ്റ്റൻ്റ് 3 ആണ്. അപ്പോൾ ഗുണിക്കുമ്പോൾ 9x - 6y + 15 = 0 വരും. ഇക്വേഷൻ നമ്പർ 4 വരും. ഇപ്പം നിങ്ങൾ വൈയുടെ നമ്പർ നോക്കിയാൽ രണ്ടും സെയിമായി. 6y രണ്ടും സെയിമായി. ഇനി അത് ആഡ് ചെയ്യുക. അത് ആഡ് ചെയ്യണോ സബ്ട്രാക്ട് ചെയ്യണോ നമ്മൾ തീരുമാനിക്കുക. നമ്മൾ വൈനെയല്ലേ എലിമിനേറ്റ് ചെയ്യേണ്ടത്. ആ വൈൻ്റെ സൈൻ നോക്കുക. രണ്ടും ഡിഫറൻറ്റ് സൈനാണ്. ഡിഫറൻറ്റ് സൈൻ ആണെങ്കിൽ നമ്മൾ രണ്ട് ഇക്വേഷനെയും പ്ലസ് ചെയ്യുക. സെയിം സൈൻ ആണെങ്കിൽ സബ്ട്രാക്ട് ചെയ്യുക. അങ്ങനെയാണ് ചെയ്യുക. അപ്പോൾ ഇവിടെ രണ്ട് ഇക്വേഷനും ആഡ് ചെയ്യുക. 3 + 4 ചെയ്യുമ്പോൾ 4x + 9x 13x. 6y + -6y ക്യാൻസലായി പോവും. -12 + 15 + 3 = 0 വരും. അപ്പോൾ 13x + 3 = 0 വരും. ദാറ്റ് ഈസ് 13x = -3, x = -3/13. അപ്പോൾ അവിടെ x വരിക -3/13 ആണ്. ഓക്കെ, ഇനി നമുക്ക് അവിടുന്ന് y കാണണം. അപ്പോൾ ആ y കാണണമെങ്കിൽ ഈ കിട്ടിയ എക്സിനെ ഒന്നിക്ക് ഇക്വേഷൻ നമ്പർ 1 കൊടുക്കുക അല്ലെങ്കിൽ 2 കൊടുക്കുക. ഞാനിപ്പോൾ ഇക്വേഷൻ നമ്പർ 1 കൊടുക്കുന്നതിനെ ഇപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് x = -3/13 ഇൻ ഇക്വേഷൻ നമ്പർ 1 കൊടുക്കുമ്പോൾ 2x എന്ന് പറയുമ്പോൾ 2 × -3/13 + 3y - 6 = 0 വരും. ദാറ്റ് ഈസ് 2 × ഇതെന്ന് പറയുമ്പോൾ -6/13 + 3y - 6 = 0. ദാറ്റ് ഈസ് 3y = അവിടുന്ന് 3y വരുമ്പോൾ ഈ രണ്ട് നമ്പറിനെ അങ്ങോട്ട് കൊണ്ടുപോവാം. -6 ഇങ്ങോട്ട് വരുമ്പോൾ 6 ആവും. -6/13 ഇങ്ങോട്ട് വരുമ്പോൾ +6/13 വരും. ഇതൊന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 13 × 6 എന്ന് പറയുമ്പോൾ 78 വരും. 13 × 6 78 + 6/13 വരും. = 84/13 വരും. 84/13. Therefore y = നമുക്ക് y ആണ് വേണ്ടത്. y = 84/13. ഈ 3 ഇങ്ങോട്ട് കൊണ്ടുവരണം. 3y = 84/13 ആണ്. അവിടുന്ന് y കാണാൻ 3 ഇങ്ങോട്ട് വരണം. 3 ഇങ്ങോട്ട് വരുമ്പോൾ 1/3 ആയി മാറും. കാരണം 3 ഇങ്ങോട്ട് വരുമ്പോൾ all divided by 3 ആണ്. പക്ഷേ നമുക്ക് all divided by 3ക്ക് പകരം അതിനെ 1/3 എന്ന് എഴുതാം. അപ്പോൾ 84/13/3 എഴുതുക. അപ്പോൾ 84/13/3 എന്ന് പറഞ്ഞാൽ 3/1 ആണ്. അപ്പോൾ ഇതിൻ്റെ റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ 1/3 വരും. 3 ഇതിൽ 28 പ്രാവശ്യം പോവും. അപ്പോൾ ഒരു 28/13 വരും. കഴിഞ്ഞു. Therefore foot of perpendicular വരിക -3/13, 28/13 വരും. ഇത്രയേ ഉള്ളൂ ഫൂട്ട് ഓഫ് പെർപെൻഡിക്കുലർ. പക്ഷെ ചിലപ്പോഴേ നമുക്ക് ഫൂട്ട് ഓഫ് പെർപെൻഡിക്കുലർ മാത്രമേ കാണാൻ ചോദിക്കുള്ളൂ. ഇവിടെ ഇപ്പോൾ ഓൾറെഡി
2x + 3y - 6ന് പെർപെൻഡിക്കുലറായി -1 പാസ് ചെയ്യുന്ന ലൈനിൻ്റെ ഇക്വേഷൻ കാണാൻ ആദ്യം നമുക്ക് തന്നതുകൊണ്ട് ഈ ഇക്വേഷൻ നമുക്കറിയാം. പക്ഷേ ചിലപ്പോൾ നമുക്ക് ഈ ക്വസ്റ്റ്യൻ ഉണ്ടാവില്ല, ബി ക്വസ്റ്റ്യൻ ഉണ്ടാവില്ല. ഇത് മാത്രമേ ഉണ്ടാവുള്ളൂ. ഫൈൻഡ് ദ ഫുട്ട് ഓഫ് പെർപെൻഡിക്കുലർ ഫ്രം -1 1 ടു ദ ലൈൻ 2x + 3y - 6 = 0. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം -1 1ൽ നിന്ന് ഇതിലേക്കുള്ള ഒരു പെർപെൻഡിക്കുലർ ഉണ്ട്. ആ പെർപെൻഡിക്കുലറിൻ്റെ ഇക്വേഷൻ നമ്മൾ കാണണം. എന്നാൽ നമ്മളെ ബി ക്വസ്റ്റ്യൻ കൂടെ ഇവിടെ കാണേണ്ടി വരും. ആ ബി ക്വസ്റ്റ്യൻ ഇല്ലെങ്കിലും ഫുട്ട് ഓഫ് പെർപെൻഡിക്കുലർ കാണണമെങ്കിൽ ആ പെർപെൻഡിക്കുലർ ലൈനിൻ്റെ ഇക്വേഷൻ നമ്മൾ കാണണം. അതിനുശേഷം മാത്രമേ ഫൂട്ട് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ ഓർത്ത് വെക്കണം, ഫുട്ട് ഓഫ് പെർപെൻഡിക്കുലർ എന്ന് പറഞ്ഞാൽ ഒരു പോയിന്റിൽ നിന്ന് ഒരു ലൈനിലേക്ക് ഒരു പെർപെൻഡിക്കുലർ വരച്ചാൽ ആ പെർപെൻഡിക്കുലർ ലൈനിനെ ഒരു പോയിന്റിൽ ഇൻ്റർസെക്റ്റ് ചെയ്യും. ആ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിന്റിനെയാണ് നമ്മൾ ഫുട്ട് ഓഫ് പെർപെൻഡിക്കുലർ പറയുക. അത് കാണാൻ രണ്ടിൻ്റെ ഇക്വേഷൻ സോൾവ് ചെയ്യണം. അതിൽ ഓൾറെഡി ഒരു ലൈനിൻ്റെ ഇക്വേഷൻ നമുക്ക് ഉണ്ടായിരുന്നത് കൊണ്ട് അത് കാണേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല, സോൾവ് ചെയ്യേണ്ട ആവശ്യം ഉണ്ടായിരുന്നുള്ളൂ. ഇനി ചിലപ്പോൾ ഈ ലൈനിൻ്റെ ഇക്വേഷൻ നമുക്ക് ഉണ്ടാവില്ല, നമ്മുടെ ക്വസ്റ്റ്യനിൽ ആദ്യം കാണാൻ പറയില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം ബി ക്വസ്റ്റ്യൻ ഇല്ലെങ്കിലും ആദ്യം ഇതിൻ്റെ ഇക്വേഷൻ, ഈ പെർപെൻഡിക്കുലറിൻ്റെ ഇക്വേഷൻ കണ്ട് അതിനുശേഷം ഇതുപോലെ സോൾവ് ചെയ്യണം. ഓക്കെ, അടുത്ത നമ്മുടെ ക്വസ്റ്റ്യനാണ്. ഇതും 2017 ചോദിച്ച ക്വസ്റ്റ്യനാണ്. ഫൈൻഡ് ദ സ്ലോപ്പ് x-intercept y-intercept of the line 3x - 4y + 10 = 0. ഫസ്റ്റ് ക്വസ്റ്റ്യൻ. B question, find the angle between lines y = √3x + 5 and √3y + x + 6 = 0. ഇതാണ് രണ്ട് ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നമ്മളവിടെ ആ ലൈനിൻ്റെ ഇക്വേഷൻ എഴുതുക. 3x - 4y + 10 = 0 ആണ്. ഇതാണ് ലൈൻ. അപ്പോൾ ഈ ഒരു ലൈനുമായി ബന്ധപ്പെട്ട് 3 കാര്യമാണ് നമുക്ക് കാണാനുള്ളത്. നിങ്ങൾ ശ്രദ്ധിക്കണം, ഇത് 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ്. 3 ലൈൻ എഴുതാനേ ഉള്ളത്. അപ്പോൾ ആ ലൈനുമായി ബന്ധപ്പെട്ട് 3 കാര്യങ്ങളാണ് നമുക്ക് കാണേണ്ടത്. ഒന്ന് സ്ലോപ്പാണ്. അപ്പോൾ നമുക്കറിയാം, നമുക്ക് തന്ന ലൈൻ ax + by + c = 0 ഫോമിലുള്ള ലൈനാണ്. അതിൻ്റെ സ്ലോപ്പ് വരിക -a/b ആണ്. അപ്പോൾ -a/b എന്ന് പറയുമ്പോൾ -a എന്താണ്? 3 ആണ്. ബൈ -4 വരും. ഈ മൈനസും മൈനസും ക്യാൻസലായി പോകും. ബാക്കി വരിക 3/4. -a/b എന്ന് പറഞ്ഞാൽ a എക്സിൻ്റെ കോൺസ്റ്റൻ്റ് ആണ്, b വൈയുടെ കോൺസ്റ്റൻ്റ് ആണ്. ഇനി x-intercept വരിക -c/a ആണ്. ഇതൊക്കെ ഓർത്ത് വെക്കണേ, -c/a. അപ്പോൾ -c ആരാണ്? 10 ആണ്. a ആരാണ്? 3 ആണ്. -10/3 വരും. അത് കിട്ടി. ഇനി നമുക്ക് കാണേണ്ടത് y-intercept ആണ്. y-intercept വരിക -c/b ആണ്. -c/b എന്ന് പറഞ്ഞാൽ -b ആരാണ്? 10/b. -c 10, b ആരാണ്? -4 ആണ്. b വൈയുടെ കോൺസ്റ്റൻ്റ് ആണ്. അപ്പം -4 വരും. ഇതും ക്യാൻസലായി പോകും. ബാക്കി വരെ 10/4 ആണ്. 10/4 എന്ന് പറഞ്ഞാൽ അതിനെ റെഡ്യൂസ് ചെയ്യുമ്പോൾ 5/2 വരും. അതിനെ റെഡ്യൂസ് ചെയ്തിട്ടില്ല, ഒരു കുഴപ്പമില്ല. നിങ്ങൾ 10/4 തന്നെ എഴുതിയാൽ മതി, നോ പ്രോബ്ലം, മാർക്ക് കിട്ടും. അപ്പോൾ ഓൾറെഡി ഫസ്റ്റ് ക്വസ്റ്റ്യൻ കഴിഞ്ഞു. സ്ലോപ്പ്, x-intercept, y-intercept മുഴുവനും കണ്ടു. ഇനി ബി ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ബി ക്വസ്റ്റ്യൻ പ്രകാരം നമുക്ക് കാണേണ്ടത് അവിടെ 2 ലൈൻ തമ്മിലുള്ള ആംഗിളാണ് കാണേണ്ടത്. അപ്പോൾ അവിടെ നമ്മൾ ഓർക്കേണ്ടത് 2 ലൈൻ തമ്മിലുള്ള ആംഗിൾ കാണണമെങ്കിൽ അതിൻ്റെ സ്ലോപ്പ് നിർബന്ധമാണ്. 2 ലൈൻ്റെയും സ്ലോപ്പ് കണ്ടാൽ മാത്രമേ അതിൻ്റെ ആംഗിൾ കാണാൻ പറ്റുള്ളൂ. കാരണം സ്ലോപ്പ് ഉപയോഗിച്ചാണ് ആംഗിൾ കാണുക. അപ്പോൾ നമ്മൾ 2 ലൈൻ എടുക്കുക. അപ്പോൾ y = √3x + 5 ഇതാണ് ഒരു ലൈൻ. ആൻഡ് അടുത്ത ലൈൻ വരുന്നത് √3y + x + 6 = 0 ആണ്. അതിൽ ഈ 2 ലൈനും ഒന്ന് കൺസിഡർ ചെയ്യുമ്പോൾ ഇത് കറക്റ്റ് ax + by + c = 0 ആണ്. പക്ഷേ ഇത് അങ്ങനെയല്ല. അപ്പോൾ നമ്മൾ ഇതിനെ അങ്ങനെ ആക്കുക. അങ്ങനെ ആക്കാൻ വേണ്ടി ഇതിനെ ഈ റൈറ്റിലെ മൊത്തം ലെഫ്റ്റ് കൊണ്ടുവരുമ്പോൾ y - √3x - 5 = 0 ആൻഡ് √3y + x + 6 = 0 വരും. ഇനി ഇതിൻ്റെ സ്ലോപ്പ് കാണുക. സ്ലോപ്പ് ഇപ്പോൾ നമ്മൾ ആദ്യത്തെ ലൈനിൻ്റെ സ്ലോപ്പിന് സ്ലോപ്പ് അതിനെ m1 എന്ന് കൊടുത്തു. m1 = ഇത് ax + by + c = 0 ഫോമുള്ള ലൈനാണ്. അതിൻ്റെ ഇക്വേഷൻ വരിക -a/b വരും. ഇപ്പം -a എന്താണ് ഇവിടെ? -√3 ആണ്. ബൈ a എന്ന് പറയുമ്പോൾ 1 വരും. =√3 വരും. അപ്പോൾ ആദ്യത്തെ ലൈനിൻ്റെ സ്ലോപ്പ് കിട്ടി, √3 ആണ്. അത് നിങ്ങളെല്ലാവരും തെറ്റിക്ക് എങ്ങനെയാണ്? സ്ലോപ്പ് -a/b ആണ്. അപ്പോൾ അവിടെ a എക്സിൻ്റെ കോൺസ്റ്റൻ്റ് ആണ്, b വൈയുടെ കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ അവിടെ എക്സിൻ്റെ കോൺസ്റ്റൻ്റ് വരെ -3 ആണ്. ഇത് എക്സ് ഇവിടെ രണ്ടാമതാണ് കിടക്കുന്നത്. അപ്പോൾ നമ്മളെപ്പോഴും വിചാരിക്കുമ്പോൾ ആദ്യം എക്സ് എന്നുള്ളതാണ് നമ്മളെ കൺസെപ്റ്റ്. അപ്പോൾ നമ്മളിവിടെ ആദ്യം y വന്നാൽ ചിലപ്പോൾ ചിന്തിക്കില്ല, നേരെ എക്സിൻ്റെ കോൺസ്റ്റൻ്റ് 1/-3 -√3 എന്ന് എഴുതും. എന്നിട്ട് 1/√3 എന്ന് എഴുതി വെക്കും. അവിടെ തെറ്റി.
അപ്പോൾ അവിടെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. എക്സ് എവിടെയാണ് നോക്കണം. നമ്മളെ കൺഫ്യൂസ് ചെയ്യാൻ വേണ്ടിയല്ല, നമ്മളെ തെറ്റിക്കാൻ വേണ്ടി ഇത് അങ്ങോട്ട് മാറിയൊക്കെ തരും. അപ്പോൾ അവിടെ നമ്മൾ നോക്കണം. മൈനസ് ഓഫ് എ ബൈ ബി. അപ്പോൾ മൈനസ് എ എന്ന് പറഞ്ഞാൽ എക്സിൻ്റെ കോൺസ്റ്റൻറ്റ് മൈനസ് √3 ആണ്. ബൈ ബി, ബി വൈയുടെ കോൺസ്റ്റൻ്റ് ആണ്, 1 ആണ്. അപ്പോൾ മൈനസ് ഓഫ് മൈനസ് √3 ബൈ 1 √3 വരും. ഇനി ഇവിടെ രണ്ടാമത്തെ ലൈനിൻ്റെ സ്ലോപ്പ് കാണുക. അപ്പോൾ ആ സ്ലോപ്പിന് നമ്മളൊരു m2 എന്ന് കൊടുക്കുക. m2 ഈക്വൽ ടു ഇവിടെ ഇതും ax + by + c = 0 ഫോമുള്ള ലൈനാണ്. അപ്പോൾ അതിൻ്റെ സ്ലോപ്പും -a ബൈ ബി വരും. ഈക്വൽ ടു മൈനസ് എ ആരാണ്? എക്സിൻ്റെ കോൺസ്റ്റൻ്റ് ആണ്. ഇതാ എക്സ് രണ്ടാമതാണല്ലോ. എക്സിൻ്റെ കോൺസ്റ്റൻ്റ് 1 ബൈ വൈയുടെ കോൺസ്റ്റൻ്റ് √3 വരും. ഇപ്പോൾ -1 ബൈ √3 കിട്ടി. രണ്ടും കിട്ടി. ഇനി നമുക്ക് ഈ രണ്ട് ലൈനും തമ്മിലുള്ള ആംഗിൾ കാണണം. അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ എഴുതാം. ആംഗിൾ ബിറ്റ്വീൻ 2 ലൈൻസ്. രണ്ട് ലൈന് തമ്മിലുള്ള ആംഗിൾ വരിക tan θ ഈക്വൽ ടു മോഡുലസ് ഓഫ് m1 - m2 ഡിവൈഡഡ് ബൈ 1 + m1 m2 ആണ്. മോഡുലസ് ഓഫ് m1 - m2 ബൈ 1 + m1 m2. ദാറ്റ് ഈസ് tan θ ഈക്വൽ ടു മോഡുലസ് ഓഫ്, ഇവിടെ m1 m2 എന്ന് ഉദ്ദേശിക്കുന്നത് നമുക്ക് രണ്ട് ലൈൻ തമ്മിലുള്ള ആംഗിൾ അല്ലേ കാണേണ്ടത്. അതിൽ ആദ്യത്തെ ലൈനിൻ്റെ സ്ലോപ്പിനെയാണ് m1 എന്ന് ഉദ്ദേശിക്കുന്നത്, രണ്ടാമത്തെ ലൈനിൻ്റെ സ്ലോപ്പിനെയാണ് m2 എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ ലൈനിൻ്റെ സ്ലോപ്പ് m1 നമുക്ക് കിട്ടിയിട്ടുണ്ട് √3 മൈനസ് m2 -1 ബൈ √3 ഡിവൈഡഡ് ബൈ 1 + m1 m2. 1 + m1 m2 എന്ന് പറഞ്ഞാൽ m1 1 ബൈ √3 ആണ്. സോറി, m1 √3 ആണ് ഇൻറ്റു m2 -1 ബൈ √3 വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു മോഡുലസ് ഓഫ് √3 മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് 1 ബൈ √3 ബൈ 1 പ്ലസ് ഇതും ക്യാൻസലായിട്ട് -1 വരും. ഈക്വൽ ടു മോഡുലസ് ഓഫ് ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ √3 ഇൻറ്റു √3 3 പ്ലസ് 1 ബൈ √3 ബൈ 0 വരും. ഓക്കെ, വിച്ച് ഇസ് ഈക്വൽ ടു ഇൻഫിനിറ്റ്. എന്താണ് ഇൻഫിനിറ്റ് വരുന്നത്? ഇത് നമ്മൾ ക്രോസ് ചെയ്യുമ്പം √3 ഇൻറ്റു √3 3 + 1 ബൈ √3 ബൈ 0 ആണ്. എന്ന് പറഞ്ഞാൽ 3 + 1 ബൈ √3 എന്നുള്ള നമ്പറിനെ 0 കൊണ്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. 0 കൊണ്ടുള്ള ഡിവിഷൻ നമുക്ക് പോസിബിൾ അല്ല. എനി നമ്പർ ബൈ 0 എന്ന് പറഞ്ഞാൽ നോട്ട് ഡിഫൈൻഡ് ആണ്, ഇൻഫിനിറ്റ് ആണ്. അപ്പോൾ ഇവിടെ 3 + 1 4 വരും. 4 ബൈ √3 എന്നുള്ളൊരു നമ്പർ ഉണ്ടാവും. ആ 4 ബൈ √3 നമ്മൾ 0 കൊണ്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. 0 കൊണ്ടുള്ള ഡിവിഷൻ പോസിബിൾ അല്ല. അപ്പോൾ ഇൻഫിനിറ്റി വരും. ദെർഫോർ θ ഈക്വൽ ടു എന്താ വരിക? tan θ ഈക്വൽ ടു ഇൻഫിനിറ്റാ. tan θ ഈക്വൽ ടു ഇൻഫിനിറ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം θ എന്നുള്ള ആംഗിളിൽ ടാനിൻ്റെ വില ഇൻഫിനിറ്റ് ആണ്. എന്നാൽ θ എന്നുള്ള ആംഗിളിൽ ടാനിൻ്റെ വില നോട്ട് ഡിഫൈൻഡ് ആണ്. ടാനിൻ്റെ വില നോട്ട് ഡിഫൈൻഡ് ആവുന്ന ആംഗിൾ 90 ഡിഗ്രി ആണ്. അപ്പോൾ ഇവിടെ θ ഈക്വൽ ടു π/2 വരും. കഴിഞ്ഞു. അപ്പോൾ ഇവിടെ θ ഈക്വൽ ടു π/2 എന്ന് എഴുതണമെന്നില്ല. നിങ്ങൾ tan θ ഈക്വൽ ടു നോട്ട് ഡിഫൈൻഡ് ഇൻഫിനിറ്റ് എഴുതി വെച്ച ആൻസറായി. അപ്പോൾ ഇവിടെ ഇപ്പോൾ ബൈ 0 വന്നത് കൊണ്ടാണ് ഇവിടെ ഇൻഫിനിറ്റ് ആയിപ്പോയത്. ഇവിടെ ഇപ്പോൾ ബൈ 0 അല്ല എന്ന് വിചാരിക്കും. ഇവിടെ ഇപ്പോൾ 1 + -1 അല്ല, 1 + 1 ആണെങ്കിൽ നമ്മൾ ബൈ 2 ഇടുക. ഇൻറ്റു 3 + 1 4 ബൈ √3 ബൈ 2. ആ 2/1 ആണ്. അതിൻ്റെ റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 4/2 √3 വരും. അവിടെ എഴുതി വെക്കുക. പക്ഷേ ഇവിടെ അൺഫോർച്ചുനേറ്റ്ലി 0 ആയതുകൊണ്ടത് നോട്ട് ഡിഫൈൻഡ് ആയിപ്പോയതാണ്. ഓക്കെ, അടുത്ത നമ്മുടെ ക്വസ്റ്റ്യനാണ്. ഇവിടെയും 2 ക്വസ്റ്റ്യൻ ഉണ്ട്. പക്ഷേ ഇത് രണ്ടും 2 വർഷങ്ങളിൽ ചോദിച്ചതാണ്. രണ്ടും ഒരേപോലുള്ള ടൈപ്പ് ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് ഞാൻ ഒരു ക്വസ്റ്റ്യനിൽ ഉൾപ്പെടുത്തിയതാണ്. ഇത് 2017 ചോദിച്ചതാണ്. 2017 ഇത്രയും ക്വസ്റ്റ്യൻ എന്താണെന്ന് നിങ്ങൾ വിചാരിക്കും. അതവിടെ മാർച്ചും ഇമ്പ്രൂവ്മെൻറ്റും മാർച്ച് വഴി നമുക്ക് 2 എക്സാം ഉണ്ടാവില്ലേ, അതിലൊക്കെ ക്വസ്റ്റ്യൻ എന്താണ്. അപ്പോൾ ഇത് 2017 മാർച്ചിലെ ക്വസ്റ്റ്യനാണ്. ഇത് 2018 ക്വസ്റ്റ്യനാണ്. 18 ഇമ്പ്രൂവ്മെൻറ്റിലെ ക്വസ്റ്റ്യനാണിത്. അപ്പോൾ ഇത് ഞാൻ ഈ ഒരു ക്വസ്റ്റ്യൻ്റെ കൂടെ ഇത് രണ്ടും ഒരേ ടൈപ്പ് ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് രണ്ടും കൺവേർട്ട് ചെയ്യാനുള്ള ക്വസ്റ്റ്യനാണ്. ഒരു തന്ന ഇക്വേഷനെ സ്ലോപ്പ് ഇൻ്റർസെപ്റ്റ് ഫോമിലേക്ക് അതുപോലെ നോർമൽ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് രണ്ടും ഒരേ പ്രോബ്ലം എന്താണ്. അപ്പോൾ ഇവിടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ വരുന്നത് ക്വസ്റ്റ്യൻ വരുന്നത് 6x + 3y - 5 = 0 എന്നുള്ളൊരു ലൈൻ നമുക്കുണ്ട്. അത് ജനറൽ ഫോമിലുള്ള ലൈനാണ്. ax + by + c = 0 ഫോമിലുള്ള ലൈനാണ്. ഈ ലൈനിനെ നമ്മൾ സ്ലോപ്പ് ഇൻ്റർസെപ്റ്റ് ഫോമിലേക്കും മാറ്റണം. അത് വളരെ എളുപ്പം മാറ്റാൻ പറ്റും. നമുക്ക് 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ്. 3 മാർക്ക് സിമ്പിളായി വാങ്ങാൻ പറ്റും. അപ്പോൾ ഇത് മാറ്റാൻ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നമ്മൾ സ്ലോപ്പും എക്സ് ഇൻ്റർസെപ്റ്റും വൈ ഇൻ്റർസെപ്റ്റും കാണുക. അത് നമ്മൾ തൊട്ട് മുന്നേ കണ്ടുവച്ചതാണ്. അതുപോലെ കാണുക. അപ്പോൾ നമ്മൾ ആ ലൈനിങ് എടുത്തെഴുതുമ്പോൾ 6x + 3y - 5 = 0 ആണ് നമ്മുടെ ലൈന്. ഈ ലൈന് പ്രകാരം സ്ലോപ്പ് എന്താണ്? സ്ലോപ്പ് വരിക -a/b ആണ്. എന്ന് പറഞ്ഞാൽ -6/3
-6/3 എന്ന് പറയുമ്പോൾ -2 വരും. അതുപോലെ എക്സ് ഇൻ്റർസെപ്റ്റ് കാണുക. എക്സ് ഇൻ്റർസെപ്റ്റ് എന്ന് പറഞ്ഞാൽ c/a ആണ്, സോറി -c/a ആണ്. -c/a എന്ന് പറഞ്ഞാൽ മൈനസ് c എത്രയാണ്, -5 ആണ്, ഡിവൈഡഡ് ബൈ a 6 ആണ്, ഈക്വൽ ടു 5/6 വരും. ഇനി y ഇൻ്റർസെപ്റ്റ് വരിക -c/b ആണ്. അപ്പോൾ -c/b എന്ന് പറഞ്ഞാൽ c എന്ന് പറഞ്ഞാൽ -5 ആണ്, ബൈ b വൈയുടെ കോൺസ്റ്റൻ്റ് ആണ്, 3 വരും, ഈക്വൽ ടു 5/3 വരും. ഇതാദ്യം ഇവിടെ കണ്ടു വെക്കുക, സ്ലോപ്പ്, എക്സ് ഇൻ്റർസെപ്റ്റ്, വൈ ഇൻ്റർസെപ്റ്റ്. ഇനി ഓരോന്നാക്കി മാറ്റുക. അത് നമുക്ക് സ്ലോപ്പ് ഇൻ്റർസെപ്റ്റിലേക്ക് മാറ്റണം. അതിന് നമുക്ക് ആദ്യം എന്തറിയണം, സ്ലോപ്പ് ഇൻ്റർസെപ്റ്റ് ഫോമിലുള്ള ലൈനിൻ്റെ ഇക്വേഷൻ അറിയണം. നമ്മൾ ആദ്യം എഴുതുക, സ്ലോപ്പ് ഇൻ്റർസെപ്റ്റ് ഫോം of a line is y equal to mx plus c ആണ്. ഒരു ലൈനിൻ്റെ സ്ലോപ്പ് ഇൻ്റർസെപ്റ്റ് ഫോം വരിക y ഈക്വൽ ടു mx പ്ലസ് c ആണ്. ഈ ഫോമിലേക്ക് മാറ്റാനാണ് പറഞ്ഞത്. അപ്പോൾ ഈ ഫോമിലേക്ക് മാറ്റണമെങ്കിൽ y ഈക്വൽ ടു എമ്മിൻ്റെ സിൻ്റെ വില കൊടുത്താൽ മതി. ഈ എം ആരാണ്? അതുകൊണ്ട് തന്നെ ആ ഇക്വേഷൻ്റെ കാര്യങ്ങളൊക്കെ ഓർമ്മ വേണം, ഇല്ലെങ്കിൽ നമുക്ക് മാറ്റാൻ പറ്റില്ല. സ്ലോപ്പ് ഇൻ്റർസെപ്റ്റ് ഫോം എന്ന് പറഞ്ഞാൽ y ഈക്വൽ ടു mx പ്ലസ് c ആണ്. അവിടെ m എന്ന് ഉദ്ദേശിക്കുന്നത് സ്ലോപ്പാണ്, c എന്ന് ഉദ്ദേശിക്കുന്നത് y ഇൻ്റർസെപ്റ്റ് ആണ്. അപ്പോൾ സ്ലോപ്പ് എത്രയാണ് ഇവിടെ? -2 ആണ്. അപ്പോൾ -2x പ്ലസ് c എന്ന് പറഞ്ഞാൽ y ഇൻ്റർസെപ്റ്റ് ആരാ? 5/3 കഴിഞ്ഞു, അത് മാറി. ഇനി നിങ്ങൾ ഈ 3 കൊണ്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് ഇതിനെയൊക്കെ ലെഫ്റ്റിലേക്ക് കൊണ്ടുവരുമ്പോൾ ഈ ഇക്വേഷനിലേക്ക് എത്തും, കറക്റ്റ് ഈ ഇക്വേഷനിലേക്ക് എത്തും. അങ്ങനെ എത്തണ്ട, കാരണം നമ്മൾ ഇതിനെ ഈ ഫോമിലേക്ക് മാറ്റാനേ പറഞ്ഞുള്ളൂ. അത് കഴിഞ്ഞു. ഇനി ഇതിൻ്റെ രണ്ടാമത്തത് ഏത് ഫോമിലേക്ക് മാറ്റാനാണ്? ഇൻ്റർസെപ്റ്റ് ഫോമിലേക്ക് മാറ്റാനാണ്. അപ്പോൾ നമ്മൾ ആദ്യം ഇൻ്റർസെപ്റ്റ് ഫോം എഴുതുക. ഇൻ്റർസെപ്റ്റ് ഫോമിൽ ഇക്വേഷൻ എന്താണെന്ന് എഴുതുക. അപ്പോൾ intercept form of a line is ഒരു ലൈനിൻ്റെ ഇൻ്റർസെപ്റ്റ് ഫോം വരിക x/a പ്ലസ് y/b ഈക്വൽ ടു 1 ആണ്. x/a പ്ലസ് y/b ഈക്വൽ ടു 1 അതാണ് ഇൻ്റർസെപ്റ്റ് ഫോം. ആ ഫോമിലേക്ക് മാറ്റിയാണ് വേണ്ടത്. അപ്പോൾ ഈ ലൈനിനെ 6x പ്ലസ് 3y മൈനസ് 5 ഈക്വൽ ടു 0നെ ഇൻ്റർസെപ്റ്റ് ഫോമിലേക്ക് മാറ്റണമെങ്കിൽ ആ ഫോം ഒരു x/a പ്ലസ് y/b ഈക്വൽ ടു 1 ആണ്. അവിടെ എയുടെയും ബിയുടെയും വില കൊടുക്കണം. എ എന്ന് ഉദ്ദേശിക്കുന്നത് എക്സ് ഇൻ്റർസെപ്റ്റ് ആണ്, ബി എന്ന് ഉദ്ദേശിക്കുന്ന വൈ ഇൻ്റർസെപ്റ്റ് ആണ്. ഇവിടെ സി വൈ ഇൻ്റർസെപ്റ്റ് ആണ്, പക്ഷേ അത് ഇത് ഇക്വേഷൻ മാറി. ഇവിടെ എയും ബിയും ആണ്. അപ്പോൾ എക്സിൻ്റെ താഴെ വരുന്നത് എക്സ് ഇൻ്റർസെപ്റ്റ് ആണ്, വൈൻ്റെ താഴെ വരുന്നത് വൈ ഇൻ്റർസെപ്റ്റ് ആണ്. അപ്പോൾ ഈ ഇക്വേഷൻ പ്രകാരം, ഈ തന്ന ലൈൻ പ്രകാരം എക്സ് ഇൻ്റർസെപ്റ്റും വൈ ഇൻ്റർസെപ്റ്റും കണ്ടിട്ടുണ്ട്, അത് അവിടെ കൊടുത്താൽ മതി. ദാറ്റ് ഈസ് x/a എക്സ് ഇൻ്റർസെപ്റ്റ് 5/6 പ്ലസ് y/b 5/3 ഈക്വൽ ടു 1 വരും. കഴിഞ്ഞു. രണ്ട് ലൈന് എഴുതാനേ നമുക്കുള്ളൂ. കഴിഞ്ഞു, ഇത്രയേ ഉള്ളൂ. ഓക്കെ, ഇതാണ് നമ്മുടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോർമൽ ഫോമിലേക്ക് മാറ്റണം. നോർമൽ ഫോം ഇതിനേക്കാൾ കുറച്ചുകൂടെ ചെയ്യാനുണ്ട്, അതുകൊണ്ട് എനിക്കിതൊന്ന് മയക്കേണ്ട ആവശ്യമുണ്ട്. നമുക്കിത് മയച്ചതിന് ശേഷം ചെയ്യാം. ഓക്കെ, ഈ ബി ക്വസ്റ്റ്യൻ പ്രകാരം നമുക്ക് x മൈനസ് y ഈക്വൽ ടു 4 എന്നുള്ളൊരു ഇക്വേഷൻ ഉണ്ട്. x മൈനസ് y ഈക്വൽ ടു 4 എന്നുള്ള ഒരു ലൈനിൻ്റെ ഇക്വേഷൻ ഉണ്ട്. ഈ ലൈനിനെ നോർമൽ ഫോമിലേക്ക് മാറ്റണം. അപ്പോൾ ഈ നോർമൽ ഫോമിലേക്ക് മാറ്റണമെങ്കിൽ നമ്മൾ എന്താണ് നോർമൽ ഫോം എന്നറിയണമെങ്കിലേ മാറ്റാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ നോർമൽ ഫോം സൈഡിൽ അവിടെ എഴുതി വെക്കുക. നോർമൽ ഫോം എന്ന് പറഞ്ഞാൽ എക്സ് കോസ് ഒമേഗ പ്ലസ് വൈ സൈൻ ഒമേഗ ഈക്വൽ ടു പി ആണ്. എക്സ് കോസ് ഒമേഗ പ്ലസ് വൈ സൈൻ ഒമേഗ ഈക്വൽ ടു പി. ഇവിടെ ഒമേഗ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മളിപ്പോൾ ഒരു ലൈൻ എടുത്താൽ ഒറിജിനിൽ നിന്ന് ഈ ലൈനിലേക്കുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഇതാണ് പി. ഈ പെർപെൻഡിക്കുലർ എക്സ് ആക്സുമായിട്ട് ഉണ്ടാക്കുന്ന ഒരു ആംഗിൾ ഉണ്ട്, ആ ആംഗിളാണ് ഒമേഗ. അപ്പോൾ ആ ഒമേഗയും പിയും കണ്ടുപിടിച്ച് കൊടുത്താൽ നമ്മുടെ ആൻസറായി. അപ്പോൾ അത് ഇവിടുന്ന് കണ്ടുപിടിക്കണം. അതിന് വേണ്ടി നമ്മൾ ചെയ്യേണ്ടത്, ശ്രദ്ധിക്കണേ, എപ്പോഴും ഒരു ലൈനിനെ നോർമൽ ഫോമിലേക്ക് മാറ്റണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ഡിവൈഡിങ് ബോത്ത് സൈഡ്സ് ബൈ റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ കൊണ്ട് ത്രൂ ഔട്ട് ഡിവൈഡ് ചെയ്യുക, രണ്ട് ഭാഗത്തും ഡിവൈഡ് ചെയ്യുക. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഇവിടെ റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ എന്താണ്? ഇത് എ എക്സ് പ്ലസ് ബി വൈ, ഈ 4 ഇങ്ങോട്ട് എടുക്കുമ്പോൾ എക്സ് മൈനസ് വൈ, ആ 4 ലെഫ്റ്റ് സൈഡിലേക്ക് എടുക്കുമ്പോൾ എക്സ് മൈനസ് വൈ മൈനസ് 4 ഈക്വൽ ടു 0. ഇതാണ് ലൈൻ്റെ ഇക്വേഷൻ വരിക എന്ന് പറഞ്ഞാൽ എ എക്സ് പ്ലസ് ബി വൈ പ്ലസ് സി ഈക്വൽ ടു 0 ആണ്. അപ്പോൾ അവിടെ എ വരിക 1 ആണ്, ബി വരിക -1 ആണ്. അപ്പോൾ റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ എന്ന് പറഞ്ഞാൽ റൂട്ട് ഓഫ് 1 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ
റൂട്ട് ഓഫ് 1 സ്ക്വയർ പ്ലസ് മൈനസ് 1 സ്ക്വയർ എന്താണ് 1 സ്ക്വയർ ആണ് റൂട്ട് 2 വരും. അപ്പോൾ റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ എന്ന് പറഞ്ഞാൽ റൂട്ട് 2 ആണ്. റൂട്ട് 2 കൊണ്ട് ത്രൂ ഔട്ട് രണ്ട് ഭാഗത്തും ഡിവൈഡ് ചെയ്യുക. രണ്ട് ഭാഗത്തും ഡിവൈഡ് ചെയ്യുമ്പോൾ എക്സ് മൈനസ് വൈ ബൈ റൂട്ട് 2 ഈക്വൽ ടു 4 ബൈ റൂട്ട് 2 വരും. എക്സ് മൈനസ് വൈ ബൈ റൂട്ട് 2 ഈക്വൽ ടു 4 ബൈ റൂട്ട് 2. ഇതിന് സെപ്പറേറ്റ് ഡിനോമിനേറ്റർ കൊടുക്കുമ്പോൾ എക്സ് ബൈ റൂട്ട് 2 മൈനസ് വൈ ബൈ റൂട്ട് 2 ഈക്വൽ ടു 4 ബൈ റൂട്ട് 2. 4 ബൈ റൂട്ട് 2 ക്യാൻസൽ ചെയ്യൊന്നും വേണ്ട, അങ്ങനെ തന്നെ നിന്നോട്ടെ. എനിക്ക് ക്യാൻസൽ ചെയ്താലും കുഴപ്പമില്ല. ഇനിയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ഇത് മനസ്സിലായല്ലോ. എപ്പോഴും ഇത് ഓർമ്മയുണ്ടാവണേ. നോർമൽ ഈ സ്ലോപ്പ് ഇൻ്റർസെപ്റ്റിലേക്കും മാറ്റുന്ന പോലെ എളുപ്പത്തിൽ നോർമലിലേക്ക് മാറ്റാൻ പറ്റില്ല. അത് കുറച്ച് പണിയുണ്ട്. അപ്പോൾ അതിന് കണക്കായിട്ട് മാർക്കും കൂടുതലുണ്ടാകും. അപ്പോൾ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് നോർമൽ ഫോമിലേക്ക് മാറ്റണമെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് തന്ന ലൈനിൻ്റെ ഇക്വേഷൻ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യുക? റൂട്ട് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഉണ്ട്. ഈ എ എന്ന് ഉദ്ദേശിക്കുന്നത് എക്സിൻ്റെ കോൺസ്റ്റൻ്റ് ആണ്, ബി എന്ന് ഉദ്ദേശിക്കുന്നത് വൈയുടെ കോൺസ്റ്റൻ്റ് ആണ്. അതുകൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ നമ്മൾ റൂട്ട് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ സൈഡ് കണ്ടുവെച്ചു. അത് റൂട്ട് 2 ആണ്. അപ്പോൾ റൂട്ട് 2 കൊണ്ട് രണ്ട് ഭാഗത്തും ഡിവൈഡ് ചെയ്തു. സെപ്പറേറ്റ് ഡിനോമിനേറ്റർ കൊടുത്തു. ഇനി നോക്കുക, എക്സ് ബൈ റൂട്ട് 2 ആണ്. ഈ എക്സ് ബൈ റൂട്ട് 2 എന്ന് പറഞ്ഞാൽ അതിന് നമുക്ക് എക്സ് ഇൻറ്റു 1 ബൈ റൂട്ട് 2 എന്ന് എഴുതാം. എക്സ് ബൈ റൂട്ട് 2 ആണ്. അതിന് എക്സ് ഇൻറ്റു 1 ബൈ റൂട്ട് 2 എന്ന് എഴുതാം. എക്സ് ഇൻറ്റു 1 ബൈ റൂട്ട് 2 എന്ന് പറഞ്ഞാൽ എക്സ് ഇൻറ്റു 1 എക്സ് ബൈ റൂട്ട് 2 തന്നെ വരും. മൈനസ് വൈ ഇൻറ്റു റൂട്ട് 2 വൈ ബൈ റൂട്ട് 2വിനെ വൈ ഇൻറ്റു 1 ബൈ റൂട്ട് 2 എന്ന് എഴുതാം. ഈക്വൽ ടു 4 ബൈ റൂട്ട് 2 വരും. ഈക്വൽ ടു 4 ബൈ റൂട്ട് 2. ഇനിയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. നമ്മുടെ നോർമൽ ഫോം വരെ എക്സ് കോസ് ഒമേഗ പ്ലസ് വൈ സൈൻ ഒമേഗ ഈക്വൽ ടു പി ആണ്. അപ്പോൾ എക്സ് കോസ് ഒമേഗ അവിടെ എക്സ് ഇവിടെ ഉണ്ട്. കോസ് ഒമേഗയ്ക്ക് പകരം 1 ബൈ റൂട്ട് 2 ഉണ്ട്. ആ 1 ബൈ റൂട്ട് 2നെ കോസിൻ്റെ ഫോമിലേക്ക് എഴുതിയാൽ മതി. അത് നമുക്ക് എഴുതാം. പിന്നെ വേണ്ടത് പ്ലസ് വൈ സൈൻ ഒമേഗ. അതിന് വൈ ഇവിടെ ഉണ്ട്, സൈൻ ഒമേഗയ്ക്ക് പകരം 1 ബൈ റൂട്ട് 2 ഉണ്ട്. പക്ഷേ പ്ലസ്സിന് പകരം ഇവിടെ മൈനസ് ആണ്. ഈ മൈനസ് ഇവിടെ പാടില്ല. നോർമൽ ഫോമിൽ എഴുതുമ്പോൾ അതോടെ പ്ലസ് ആണ് വേണ്ടത്. അതിനെ മൈനസിനെ പ്ലസ് ആക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എക്സ് ഇൻറ്റു 1 ബൈ റൂട്ട് 2 പ്ലസ് വൈ ഇൻറ്റു മൈനസ് 1 ബൈ റൂട്ട് 2 ഈക്വൽ ടു 4 ബൈ റൂട്ട് 2 എന്ന് എഴുതാം. അപ്പോൾ ഇവിടെ എന്തായി? പ്ലസ് ആയി. പക്ഷേ ഈ മൈനസിന് മാറ്റുമല്ല. പ്ലസ് വൈ ഇൻറ്റു മൈനസ് 1 ബൈ റൂട്ട് 2 എന്ന് പറഞ്ഞാൽ ഈ പ്ലസ് ഇൻറ്റു മൈനസ് എന്താ തന്നെ ചെയ്യും? മൈനസ് തന്നെ ചെയ്യും. അപ്പോൾ പ്ലസ് ഇൻറ്റു മൈനസ് ഇവിടെ മൈനസ് തന്നെ ഉണ്ട്. പക്ഷേ ഒരു കാണുന്ന നോട്ടത്തിൽ അവിടെ എന്തായി മാറി? പ്ലസ് ആയി മാറി. കഴിഞ്ഞു. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ 1 ബൈ റൂട്ട് 2വിനെ നമുക്ക് വേണ്ടത് എക്സ് കോസ് ഒമേഗ പ്ലസ് വൈ സൈൻ ഒമേഗ ഈക്വൽ ടു പി ആണ്. അപ്പോൾ എക്സിന് എക്സ് ഉണ്ട്, സൈൻ കോസ് ഒമേഗയ്ക്ക് പകരമാണ് 1 ബൈ റൂട്ട് 2, സൈൻ ഒമേഗയ്ക്ക് പകരമാണ് 1 മൈനസ് 1 ബൈ റൂട്ട് 2. അപ്പോൾ ഈ 1 ബൈ റൂട്ട് 2വിനെ കോസ് ഒമേഗ എന്ന് പറഞ്ഞ ഒരു ആംഗിളാണ്, കോസ് ഓഫ് ഒരു ആംഗിൾ. ഈ മൈനസ് 1 ബൈ റൂട്ട് 2വിനെ സൈൻ ഓഫ് ഒരു ആംഗിൾ എന്ന് മാറ്റി എഴുതണം. അതിന് നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ വന്ന നമ്പർ ഏതാണെന്ന് നോക്കുക. കോസ് ഒമേഗയുടെ സ്ഥാനത്ത് 1 ബൈ റൂട്ട് 2ഉം സൈൻ ഒമേഗയുടെ സ്ഥാനത്ത് മൈനസ് 1 ബൈ റൂട്ട് 2 ആണുള്ളത്. അതവിടെ എഴുതി വെക്കുക. ആ ഇക്വേഷനുമായിട്ട് കമ്പയർ ചെയ്യണേ. കോസ് ഒമേഗയുടെ സ്ഥാനത്ത് 1 ബൈ റൂട്ട് 2ഉം സൈൻ ഒമേഗയുടെ സ്ഥാനത്ത് മൈനസ് 1 ബൈ റൂട്ട് 2 ആണുള്ളത്. എന്ന് പറഞ്ഞാൽ ഇവിടെ വില സെയിം ആണ്. ഈ വാല്യൂ മാത്രം എടുക്കുക, നെഗറ്റീവ് എടുക്കണ്ട. കോസിൻ്റെ വാല്യൂ 1 ബൈ റൂട്ട് 2ഉം സൈനിൻ്റെ വാല്യൂ 1 ബൈ റൂട്ട് 2 ആണ്. കോസിൻ്റെ വാല്യൂ 1 ബൈ റൂട്ട് 2ഉം സൈനിൻ്റെ വാല്യൂ 1 ബൈ റൂട്ട് 2 ആവണമെങ്കിൽ നമ്മൾ ആംഗിൾ എന്തായിരിക്കണം? പൈ ബൈ 4 ആയിരിക്കണം. നെഗറ്റീവ് മെയിൻ ചെയ്യേണ്ടേ. ഇപ്പോൾ നെഗറ്റീവ് പിന്നെ എടുക്കാം. നമ്മൾ ആ വില മാത്രം എടുക്കുക. കോസിൻ്റെ വില 1 ബൈ റൂട്ട് 2 ആണ്, സൈനിൻ്റെ വില 1 ബൈ റൂട്ട് 2 ആണ്. അപ്പോൾ നമ്മൾ ആംഗിൾ വരിക പൈ ബൈ 4 ആണ്. പക്ഷേ ഇവിടെ കോസ് പോസിറ്റീവും സൈൻ നെഗറ്റീവും ആണ്. കോസിൻ്റെ വില പോസിറ്റീവും സൈൻ്റെ വില നെഗറ്റീവാണ്. ഈ കോസിൻ്റെ വില പോസിറ്റീവും സൈൻ്റെ വില നെഗറ്റീവും വന്നത് ക്വാഡ്രാൻറ്റ് മാറിപ്പോയത് കൊണ്ടാണ്. ആംഗിൾ ക്വാഡ്രാൻറ്റ് മാറിപ്പോയത് കൊണ്ടാണ്. അപ്പോൾ നമ്മൾ നോക്കുക, ഏത് ക്വാഡ്രാൻറ്റിലാണ് കോസ് പോസിറ്റീവും സൈൻ നെഗറ്റീവും വരിക? 4ത്തിലാണ്. ഇവിടെ എല്ലാം പോസിറ്റീവാണ്. ഇവിടെ സൈൻ പോസിറ്റീവാണ്, കോസ് നെഗറ്റീവാണ്. ഇവിടെ സൈനും കോസും നെഗറ്റീവാണ്. ഇവിടെയാണ് കോസ് പോസിറ്റീവും സൈൻ നെഗറ്റീവും വരിക. എന്ന് പറഞ്ഞാൽ ഈ പൈ ബൈ 4 എന്നുള്ള ആംഗിൾ ഇവിടെ വില 1 ബൈ റൂട്ട് 2 അല്ലേ? വില 1 ബൈ റൂട്ട് 2 ആയതുകൊണ്ട് ആംഗിൾ പൈ ബൈ 4 വരിക. പിന്നെ ചിഹ്നം മാറിപ്പോയി. ഒന്ന് പോസിറ്റീവ് മറ്റേ നെഗറ്റീവ് ആയത് ക്വാഡ്രാൻറ്റ് മാറിപ്പോയത് കൊണ്ടാണ്. അതുകൊണ്ട് ഈ പൈ ബൈ 4 ഫോർത്ത് ക്വാഡ്രാൻറ്റിൽ വന്നതുകൊണ്ടാണ് അത് 1 ബൈ ഒന്ന് പോസിറ്റീവും മറ്റേത് നെഗറ്റീവ് ആയത്. ഫോർത്ത് ക്വാഡ്രാൻറ്റിൽ ഒരു ആംഗിളിൻ്റെ ഫോം എന്താ? 2π മൈനസ് എക്സ് ആണ്. അതൊക്കെ ട്രിഗണോമെട്രി പഠിക്കുന്നതാണ്. 2π മൈനസ് എക്സ് ആണ്. അപ്പോൾ ഇവിടെ വരിക 2π മൈനസ് പൈ ബൈ 4. 2π ബൈ മൈനസ് 4 ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 8π മൈനസ് പൈ ബൈ 4 വരും. എന്ന് പറഞ്ഞാൽ 7π ബൈ 4 വരും. അപ്പോൾ അവിടെ ആംഗിൾ 7π ബൈ 4 ആണ്. എന്ന് പറഞ്ഞാൽ ഇതിനെങ്ങനെ എഴുതാം? എക്സ് ഇൻറ്റു ഈ 1 ബൈ റൂട്ട് 2വിനെ കോസ് 7π ബൈ 4 പ്ലസ് വൈ ഇൻറ്റു മൈനസ് 1 ബൈ റൂട്ട് 2വിനെ സൈൻ 7π ബൈ 4 ഈക്വൽ ടു 4 ബൈ റൂട്ട് 2 വരും. കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ. ഇനി ഇവിടെ രണ്ട് ആംഗിളും പോസിറ്റീവ് ആണെങ്കിൽ കോസും 1 ബൈ റൂട്ട് 2 സൈനും 1 ബൈ റൂട്ട് 2 ആണെങ്കിൽ ഒരു കുഴപ്പമില്ല, പൈ ബൈ 4 എടുത്താൽ മതി. അപ്പോൾ കോസ് പൈ ബൈ 4 പ്ലസ് സൈൻ പൈ ബൈ 4 ഈക്വൽ ടു 4 ബൈ റൂട്ട് 2 എന്ന് എഴുതാൻ കഴിഞ്ഞു. ഇനി ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ആൻഡ് ഓൾസോ ഫൈൻഡ് ദ ഡിസ്റ്റൻസ് ഓഫ് ദിസ് ലൈൻ ഫ്രം ദ ഒറിജിൻ. അപ്പോൾ
ആ ഡിസ്റ്റൻസ് കാണണം. അത് കാണാനൊന്നുമില്ല, ഡിസ്റ്റൻസ് വരിക 4/√2 ആണ്. കാരണം ഇവിടെ നമുക്ക് എന്താണ് കാണേണ്ടത്? ഫൈൻഡ് ദ ഡിസ്റ്റൻസ് ഓഫ് ദിസ് ലൈൻ ഫ്രം ദ ഒറിജിൻ ആണ്. എന്ന് പറഞ്ഞാൽ ഈ ലൈനിൽ നിന്ന് ഒറിജിനിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് കാണേണ്ടത്. അപ്പോൾ ഈ ലൈനിലല്ലേ നമ്മൾ ഇതുപോലെ എഴുതിയത് x cos 7π/4 പ്ലസ് y sin 7π/4 = 4/√2. അത് ഈ ലൈനിൻ്റെ വേറൊരു ഫോമാണ്, രണ്ടും ഒരേ ലൈനാണ്, അതിൻ്റെ കാണുന്ന രൂപത്തിൽ മാറ്റം വരുത്തിയതേ ഉള്ളൂ. അപ്പോൾ ഇത് നോർമൽ ഫോമിലുള്ള ലൈനാണ്. x cos ω പ്ലസ് y sin ω = p എന്ന് പറഞ്ഞാൽ ഈ p ആണ് ഒറിജിൻ മുതൽ ലൈന് വരെയുള്ള ഡിസ്റ്റൻസ്. അത് നമ്മളിവിടെ ആദ്യം വരച്ചത് കൊണ്ടാണ്. ഒറിജിൻ മുതൽ ലൈന് വരെയുള്ള ഡിസ്റ്റൻസ് ആണ് p. ആ p ആണ് 4√2. അതാണ് ഒറിജിൻ മുതൽ പ്ലെയിന് വരെയുള്ള ഡിസ്റ്റൻസ്, ലൈന് വരെയുള്ള ഡിസ്റ്റൻസ്. അവിടെ കഴിഞ്ഞു, അത്രയേ ഉള്ളൂ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ആണ് ഫൈൻഡ് ദ ഇക്വേഷൻ ഓഫ് പെർപെൻഡിക്കുലർ ബൈസെക്ടർ ഓഫ് ദ ലൈൻ ജോയിനിങ് പോയിൻറ്റ്സ് 3,0 ആൻഡ് -3,4 ആണ്. അപ്പോൾ ഇവിടെയൊക്കെ ക്വസ്റ്റ്യൻ തന്നിരിക്കുന്ന രീതിക്കാണ് വ്യത്യാസം. ഇതൊക്കെ നമ്മൾ ചെയ്ത അതേ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് എന്ന് പറഞ്ഞ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഫൈൻഡ് ദ ഇക്വേഷൻ ഓഫ് പെർപെൻഡിക്കുലർ ബൈസെക്ടർ ഓഫ് ദ ലൈൻ ജോയിനിങ് പോയിൻറ്റ്സ് 0,0 ആൻഡ് -3,4 എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം 0,0 -3,4 എന്നുള്ള രണ്ട് പോയിന്റ് ജോയിൻ ചെയ്യുന്ന ഒരു ലൈൻ ഉണ്ട്. ഇപ്പോൾ 0,0 -3,4 ഈ രണ്ട് പോയിന്റും ജോയിൻ ചെയ്യുന്ന ഒരു ലൈൻ ഉണ്ട്. ഈ ലൈനിൻ്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടറിൻ്റെ ഇക്വേഷനാണ് കാണുന്നത്. ഈ പെർപെൻഡിക്കുലർ ബൈസെക്ടർ എന്ന് ഉദ്ദേശിക്കുന്നത് 0,0 -3,4 ജോയിൻ ചെയ്യുന്ന ലൈനിൻ്റെ ആ ലൈനിൻ്റെ മിഡ് പോയിൻ്റ് എടുക്കുക. ആ മിഡ് പോയിൻറ്റിലേക്ക് വരക്കുന്ന പെർപെൻഡിക്കുലറിൻ്റെ ഇക്വേഷനാണ് കാണേണ്ടത്. അപ്പോൾ ഇതിൻ്റെ മിഡ് പോയിൻറ്റിലേക്ക് വരക്കണ ഈ ഒരു പെർപെൻഡിക്കുലർ ലൈനിൻ്റെ ഇക്വേഷനാണ് കാണേണ്ടത്. ഇതിനെയാണ് നമ്മൾ പെർപെൻഡിക്കുലർ ബൈസെക്ടർ എന്ന് പറയാം. ബൈസെക്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഈക്വലായി ഡിവൈഡ് ചെയ്യുക എന്നാണ്. അപ്പോൾ ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്യണേ മിഡ് പോയിൻറ്റിലൂടെ പാസ് ചെയ്യണം. മിഡ് പോയിൻറ്റിലൂടെ പാസ് ചെയ്യുമ്പോൾ മാത്രമേ രണ്ട് ഭാഗവും ഈക്വലായിട്ട് ഡിവിഷൻ വരുള്ളൂ. പെർപെൻഡിക്കുലർ എന്ന് പറഞ്ഞാൽ ലംബമായിരിക്കണം, 90 ഡിഗ്രി ആയിരിക്കണം. അതാണ് അതിൻ്റെ ഇക്വേഷൻ, മീനിങ് പുറത്ത് വെക്കണേ. പെർപെൻഡിക്കുലർ ബൈസെക്ടർ എന്നാണ് ഉദ്ദേശിക്കുന്നത് ഒരു ലൈനിൻ്റെ മിഡ് പോയിൻറ്റിലൂടെ പാസ് ചെയ്യുന്ന പെർപെൻഡിക്കുലറായ ലൈനിൻ്റെ ഇക്വേഷനാണ്. അപ്പോൾ ഈ ലൈനിൻ്റെ ഇക്വേഷനാണ് കാണുന്നത്. അപ്പോൾ ഇതിനെ നമ്മൾ L1 എന്നെടുത്തു, അല്ലെ L' എന്നെടുത്തു. ഈ ലൈനിനെ L എന്നെടുത്തു, തന്ന ലൈനിനെ L എന്നെടുത്തു. അപ്പോൾ നമുക്ക് L' എന്നുള്ള ലൈനിൻ്റെ ഇക്വേഷനാണ് കാണുന്നത്. അപ്പോൾ നമുക്കറിയാം ഒരു ലൈനിൻ്റെ ഇക്വേഷൻ കാണാൻ രണ്ട് അളവുകൾ വേണം. ഒന്നിക്ക് അത് പോയിൻറ്റും സ്ലോപ്പും ആകാം, അല്ലെങ്കിൽ 2 പോയിൻ്റ് ആകാം, ഇൻ്റർസെപ്റ്റും സ്ലോപ്പും ആകാം, 2 ഇൻ്റർസെപ്റ്റ് ആകാം, എന്ത് വേണേ ആകാം. പക്ഷേ 2 അളവ് വേണം. അതിൽ ഏതൊക്കെ അളവുകളാണ് അവിടെ ഉള്ളത് നോക്കുക. നിലവിൽ അവിടെ ഒരു അളവുകൾ പോലും തന്നിട്ടില്ല. ഫൈൻഡ് ദ ഇക്വേഷൻ ഓഫ് പെർപെൻഡിക്കുലർ ബൈസെക്ടറിനെ മാത്രമേ തന്നിട്ടുള്ളൂ. പിന്നെ 2 പോയിന്റ് തന്നത് മറ്റേ ലൈനിൻ്റെ പോയിൻ്റാണ്, അത് എല്ലിൻ്റെ പോയിൻ്റാണ്. 0,0 -3,4 ജോയിൻ ചെയ്ത് വരക്കുന്ന ലൈനാണ് L. ആ എല്ലിൻ്റെ പോയിൻ്റാണ് തന്നത്, അല്ലാണ്ട് L' പോയിൻ്റ് ഒന്നല്ലത്. അപ്പോൾ ആ L' എന്നുള്ള ലൈൻ, ആ പെർപെൻഡിക്കുലർ ബൈസെക്ടറായി വരക്കുന്ന ആ ലൈനിൻ്റെ ഒരു പോയിൻ്റ് പോലും നമുക്ക് തന്നിട്ടില്ല, ഒരളവ് പോലും തന്നിട്ടില്ല. അപ്പോൾ നമ്മളപ്പോൾ കാണണം നമുക്ക്. പക്ഷേ അവിടെ ഇൻഡയറക്റ്റ് ആയിട്ട് കുറേ അളവുകൾ ഒളിഞ്ഞ് കിടക്കുന്നുണ്ട്. അതാണ് നമ്മൾ കാണേണ്ടത്. അതിലൊന്ന് ഇതാണ്, ബൈസെക്ടറാണിത്. ഈ L' എന്നുള്ളത് ബൈസെക്ടറാണ്. ബൈസെക്ടർ എന്ന് പറഞ്ഞാൽ ഈ രണ്ട് പോയിൻറ്റും ജോയിൻ ചെയ്യുന്ന ലൈനിൻ്റെ മിഡ് പോയിൻറ്റിലൂടെയാണ് പാസ് ചെയ്യുക. അപ്പോൾ ഈ 2 പോയിൻ്റെയും മിഡ് പോയിൻറ്റ് കണ്ടുപിടിച്ചാൽ ആ മിഡ് പോയിൻറ്റിലൂടെ പാസ് ചെയ്യുന്ന ലൈനാണ്. അപ്പോൾ ഇത് പാസ് ചെയ്യുന്ന ഒരു പോയിൻറ്റ് നമുക്ക് അവിടെ നിന്ന് കിട്ടും. അപ്പോൾ ഒരു പോയിൻറ്റ് കിട്ടും. ഇനി പെർപെൻഡിക്കുലർ ആണെന്ന് തന്നിട്ടുണ്ട്. പറഞ്ഞാൽ ഈ L' എന്നുള്ള ലൈൻ Lന് ഈ 2 പോയിൻറ്റും ജോയിൻ ചെയ്യുന്ന ലൈനിന് പെർപെൻഡിക്കുലർ ആണ്. പെർപെൻഡിക്കുലർ ആണെങ്കിൽ നമുക്ക് സ്ലോപ്പ് കിട്ടും. കാരണം 2 ലൈൻ പെർപെൻഡിക്കുലർ ആണെങ്കിൽ അതിൻ്റെ പ്രൊഡക്റ്റിൻ്റെ സ്ലോപ്പ് -1 ആണ്, അതും കിട്ടും. അപ്പോൾ അത് രണ്ടും കിട്ടിയ ഇക്വേഷൻ കാണാം നമുക്ക്. അപ്പോൾ അതിന് ആദ്യം മിഡ് പോയിൻ്റ് കാണാം. അപ്പോൾ മിഡ് പോയിൻ്റ് ഓഫ് 0,0 ആൻഡ് -3,4 0,0യുടെയും -3,4ൻ്റെയും മിഡ് പോയിൻ്റ് വരാം. മിഡ് പോയിൻ്റ് കാണാനുള്ള ഇക്വേഷൻ x1 + x2/2 ആണ്, y1 + y2/2 വരും. അത് വെച്ച് നമ്മൾ മിഡ് പോയിൻ്റ് കാണുമ്പോൾ വിച്ച് ഇസ് ഈക്വൽ ടു x1 + x2 എന്ന് പറയുമ്പോൾ 0 + -3/2, 0 + 4/2 വരും. ഈക്വൽ ടു 0 + -3 എന്ന് പറഞ്ഞാൽ -3/2, 0 + 4 എന്ന് പറഞ്ഞാൽ 4/2 2 വരും. അപ്പോൾ അവിടെ വരിക -3/2 2 ആണ്. അപ്പോൾ മിഡ് പോയിൻ്റ് നമുക്ക് കിട്ടി. മിഡ് പോയിൻ്റ് വരിക, ഈ മിഡ് പോയിൻ്റ് വരിക -3/2, 2 ആണ്. അപ്പോൾ ഈ മിഡ് പോയിൻ്റ് എന്ന് പറഞ്ഞാൽ ഈ ലൈൻ പെർപെൻഡിക്കുലർ ലൈൻ L' പാസ് ചെയ്യുന്ന പോയിൻ്റാണ്. അപ്പോൾ L' പാസ് ചെയ്യുന്ന പോയിൻ്റ് കിട്ടി. ഇനി സ്ലോപ്പ് കാണണം. അപ്പോൾ സ്ലോപ്പ് കാണണമെങ്കിൽ നമുക്ക് തന്ന ഇക്വേഷൻ എന്താണ്? നമുക്ക് കണ്ട കൺസെപ്റ്റ് എന്താണ്? പെർപെൻഡിക്കുലർ ബൈസെക്ടറാണ്. പെർപെൻഡിക്കുലർ ബൈസെക്ടർ എന്ന് പറഞ്ഞാൽ ഈ 2 പോയിൻറ്റും ജോയിൻ ചെയ്യുന്ന ലൈനിൻ്റെ മിഡ് പോയിൻറ്റിലൂടെ പാസ് ചെയ്യുന്നു എന്ന് മാത്രമല്ല, അത് ഈ ലൈനിന് പെർപെൻഡിക്കുലറുമാണ്. എന്ന് പറഞ്ഞാൽ L' Lഉം പെർപെൻഡിക്കുലറാണ്. അപ്പോൾ ഗിവൺ L ആൻഡ് L' ആർ പെർപെൻഡിക്കുലർ. Lഉം L' പെർപെൻഡിക്കുലറാണ്.
ദെർഫോർ എല്ലും എൽ ഡാഷും പെർപെൻഡിക്കുലർ ആയതുകൊണ്ട് നമുക്ക് എന്ത് പറയാം, സ്ലോപ്പ് ഓഫ് എൽ ഇൻറ്റു സ്ലോപ്പ് ഓഫ് എൽ ഡാഷ് ഈക്വൽ ടു -1 ആണ്. സ്ലോപ്പ് ഓഫ് എൽ ഇൻറ്റു സ്ലോപ്പ് ഓഫ് എൽ ഡാഷ് ഈക്വൽ ടു -1. അതിൽ സ്ലോപ്പ് ഓഫ് എൽ നമുക്ക് കാണാം. സ്ലോപ്പ് ഓഫ് എൽ എന്ന് പറഞ്ഞാൽ ഈ 2 പോയിൻ്റ് ജോയിൻ ചെയ്യുന്ന ലൈനിൻ്റെ സ്ലോപ്പാണ്. 2 പോയിൻ്റ് ജോയിൻ ചെയ്യുന്ന ലൈനിൻ്റെ സ്ലോപ്പ് എങ്ങനെയാണ് കാണുക? സ്ലോപ്പ് ഓഫ് എൽ ഈക്വൽ ടു y2 മൈനസ് y1 ബൈ x2 മൈനസ് x1 ആണ്. ഈക്വൽ ടു y2 മൈനസ് y1 എന്ന് പറഞ്ഞാൽ ഇതാണ് x1 y1, ഇതാണ് x2 y2. അപ്പോൾ y2 മൈനസ് y1 എന്ന് പറയുമ്പോൾ 4 മൈനസ് 0 ബൈ -3 മൈനസ് 0 ഈക്വൽ ടു 4 ബൈ -3 വരും എന്ന് പറഞ്ഞാൽ -4 ബൈ 3 വരും. അപ്പോൾ ആ സ്ലോപ്പ് കിട്ടി. അപ്പോൾ സ്ലോപ്പ് ഓഫ് എൽ വരിക -4 ബൈ 3 ആണ് ഇൻറ്റു സ്ലോപ്പ് ഓഫ് എൽ ഡാഷ്, അത് നമുക്കറിയില്ല. സ്ലോപ്പ് ഓഫ് എൽ ഡാഷ് ഈക്വൽ ടു -1 വരും. ദെർഫോർ ഇവിടുന്ന് സ്ലോപ്പ് ഓഫ് എൽ ഡാഷ് ഈക്വൽ ടു -1 ബൈ -4 ബൈ 3 വരും. കാരണം സ്ലോപ്പ് ഓഫ് എൽ ഡാഷ് കാരണം ഇതിനെ അങ്ങോട്ട് കൊണ്ടുപോവുക. അപ്പോൾ -1 ബൈ -4 ബൈ 3, ഇവിടെ മൈനസും ക്യാൻസൽ ചെയ്യും. 1/4 ബൈ 3 എന്ന് പറയുമ്പോൾ 3/4 വരും. അപ്പോൾ സ്ലോപ്പ് ഓഫ് എൽ ഡാഷ് വരെ 3/4 ആണ്. ഇപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഈ എൽ ഡാഷ് എന്നുള്ള ലൈനിൻ്റെ സ്ലോപ്പും കിട്ടി, അത് പാസ് ചെയ്യുന്ന പോയിൻറ്റും കിട്ടി. അപ്പോൾ പോയിൻറ്റും സ്ലോപ്പും തന്ന ലൈനിൻ്റെ ഇക്വേഷൻ കാണാം. ദെർഫോർ ഇക്വേഷൻ ഓഫ് ലൈൻ എൽ ഡാഷ് പാസിംഗ് ത്രൂ ഏതാ പോയിൻ്റ്? -3/2, 2 വിത്ത് സ്ലോപ്പ് 3/4 ഈസ് എന്താ വരിക? ഒരു പോയിൻറ്റും സ്ലോപ്പും തന്ന ലൈനിൻ്റെ ഇക്വേഷൻ വരിക y മൈനസ് y1 ഈക്വൽ ടു m ഇൻറ്റു എക്സ് മൈനസ് x1 ആണ്. ദാറ്റ് ഈസ് y മൈനസ് y1, ഇതാണ് പോയിൻറ്റ്. 2 ഈക്വൽ ടു m എന്ന് പറഞ്ഞാൽ 3/4 ഇൻറ്റു എക്സ് മൈനസ് -3/2 വരും. എക്സ് മൈനസ് -3/2. ഓക്കെ, ദാറ്റ് ഈസ് ഈ 4 കൊണ്ട് ഇങ്ങോട്ട് ക്രോസ് ചെയ്യുക. 4 കൊണ്ട് ക്രോസ് ചെയ്യുമ്പോൾ 4 ഇൻറ്റു y മൈനസ് 2 ഈക്വൽ ടു 3 ഇൻറ്റു എക്സ് പ്ലസ് 3/2 വരും. എക്സ് മൈനസ് -3/2 എന്ന് പറഞ്ഞാൽ മൈനസ് ഇൻറ്റു മൈനസ് പോസിറ്റീവ് ആകും. അപ്പോൾ 4y മൈനസ് 8 ഈക്വൽ ടു 3x പ്ലസ് 3 ഇൻറ്റു 9/2, 3 ഇൻറ്റു 3/2 9/2 വരും. ഇത് മൊത്തം ഇങ്ങോട്ട് കൊണ്ടുവരിക. അപ്പോൾ 4y മൈനസ് 8 മൈനസ് 3x മൈനസ് 9/2 ഈക്വൽ ടു 0 വരും. ഈ 2 കൊണ്ട് ത്രൂ ഔട്ട് പ്രൊഡക്റ്റ് ചെയ്യുക, ക്രോസ് പ്രൊഡക്റ്റ് ചെയ്യുക. കാരണം ഇവിടെ മാത്രമേ ഡിവൈഡ് ബൈ വരുന്നുള്ളൂ. അപ്പോൾ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ 2 ഇൻറ്റു 4y 8y മൈനസ് 2 ഇൻറ്റു 8 16 മൈനസ് 2 ഇൻറ്റു 3x 6x മൈനസ് 9 ഓൾ ഡിവൈഡ് ബൈ 2 ഈക്വൽ ടു 0. ഈ 2 കൊണ്ട് ഇങ്ങോട്ട് ക്രോസ് ചെയ്യുമ്പോൾ 8y മൈനസ് 16 മൈനസ് 6x മൈനസ് 9 ഈക്വൽ ടു 2 ഇൻറ്റു 0 0 വരും. അപ്പോൾ ആ ഡിനോമിനേറ്റർ അങ്ങ് ഒഴിവായി കിട്ടി. ബാക്കി വരിക -6x പ്ലസ് 8y മൈനസ് 25 ഈക്വൽ ടു 0. -16 മൈനസ് 9 മൈനസ് 25 ഈക്വൽ ടു 0. അപ്പോൾ തുടക്കത്തിൽ തന്നെ മൈനസ് ആണ്, അതിന് ഒഴിവാക്കാൻ വേണ്ടി ത്രൂ ഔട്ട് മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 6x മൈനസ് 8y പ്ലസ് 25 ഈക്വൽ ടു 0 വരും. ഓക്കെ, ഇതാണ് വരിക. അപ്പോൾ ഇതൊക്കെ നമ്മൾ കണ്ട മോഡൽ തന്നെയാണ്, പെർപെൻഡിക്കുലർ ലൈനിൻ്റെ ഇക്വേഷൻ തന്നെയാണ് കാണുന്നത്. പക്ഷേ അവിടെ തരുന്ന രീതി മാറി. തൊട്ടുമുന്നേ നമ്മൾ കണ്ടത് ഫൈൻഡ് ദ ഇക്വേഷൻ ഓഫ് എ ലൈൻ പാസിംഗ് ത്രൂ എ പോയിന്റ് ആൻഡ് പെർപെൻഡിക്കുലർ ടു എ ലൈൻ. അവർ ഡയറക്റ്റ് ക്വസ്റ്റൻ ആണ്. പക്ഷേ ഇവിടെ എന്ത് ചെയ്തു? പെർപെൻഡിക്കുലർ ബൈസെക്ടർ എന്നൊക്കെ ചോദിച്ചാൽ ആകെ അലമ്പായി കളഞ്ഞു. അതാണ് വ്യത്യാസം.